ആനന്ദചിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ ആനന്ദചിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ അറിവുകൊണ്ടറിഞ്ഞു ശക്തിയാൽ സൃഷ്ടിച്ച സൃഷ്ടിതാവാകുന്ന പരമഗുരുവരനെ അറിവുകൊണ്ടറിഞ്ഞു ശക്തിയാൽ സൃഷ്ടിച്ച സൃഷ്ടിതാവാകുന്ന പരമഗുരുവരനെ ആനന്ദചിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ സൃഷ്ടികളിലെല്ലാം അറിവിനെ നൽകാനായി സൃഷ്ടികളിലെല്ലാം അറിവിനെ നൽകാനായി സൃഷ്ടിയായി ഭൂമിയിൽ അവതാരം ചെയ്തോനെ സൃഷ്ടികളിലെല്ലാം അറിവിനെ നൽകാനായി സൃഷ്ടിയായി ഭൂമിയിൽ അവതാരം ചെയ്തോനെ അറിവുകൾ നൽകും.
സുഖരൂപ സുഖവറിവാൻ ഉള്ളറിവായിട്ടകമി വാഴൂ ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ഹൃദയ പൂജ ചെയ്യുക നിന്റെ ആത്മാവിൽ ഗുരുവിൻ്റെ രൂപം കാണാം. ഹൃദയ പൂജ ചെയ്യുക നിന്റെ ആത്മാവിൽ ഗുരുവിൻ്റെ രൂപം കാണാം. സ്ഥൂലത്തിലല്ല ഗുരു സൂക്ഷ്മ സ്വരൂപനാണ്. സ്ഥൂലത്തിലല്ല ഗുരു സൂക്ഷ്മ സ്വരൂപനാണ്. ശാശ്വതമായ രൂപം സ്ഥൂലത്തിലല്ല ഗുരു സൂക്ഷ്മ സ്വരൂപനാണ്. ശാശ്വതമായ രൂപം ആരാധിച്ചിടുക. ഹൃദയ പൂജ ചെയ്യുക നിന്റെ ആത്മാവിൽ ഗുരുവിൻ്റെ രൂപം കാണാം. ഉന്നതമായ ഈ മഹാസത്യത്തെ ലോകത്തിൽ പ്രത്യക്ഷമായ അനുഭവമാക്കിയ ഉന്നതമായ വാഴ്ചയാണ് പൂരാടം നക്ഷത്രം. സർവശക്തിയെ ആ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനിടയായ ദിവസം മുതൽ, ആ നിമിഷം മുതൽ, ആ ഉന്നതനാകുന്ന ഗുരു അല്ലാതെ ഇനി എനിക്ക് ആരുമില്ല എന്ന ഏകചിന്തയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ആ പാദത്തിൽ ആശ്രയിച്ച് സേവിച്ചതിന്റെ ഫലമാണ്. ആരെയാണോ പൂജിച്ചത് ആ രൂപമായി മാറി. ആരെയാണ് പൂജിച്ചത്? പൂജിച്ചു എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ആശ്രമത്തിൽ പൂജ ചെയ്ത കാര്യമാണെന്ന്. അല്ല, അത് ബാഹ്യമായ ഒരു പ്രവർത്തനം മാത്രമായിരുന്നു. എപ്പോഴാണോ ശുഭാനന്ദ ദിവ്യരൂപത്തെ കാണുവാനിടയായത്, അപ്പോൾ മുതൽ എനിക്കുള്ള ധനം എന്റെ ഗുരു വരണ്ടാൻ, അതിൽ വലുതായി എനിക്കൊന്നുമില്ലേ. എനിക്കുള്ള ധനം എന്റെ ഗുരു വരണ്ടാൻ, അതിൽ വലുതായി എനിക്കൊന്നുമില്ല.
കർമ്മണ ഉള്ള ജീവിതം. എന്നുള്ള പൂർണ്ണമായ തീരുമാനത്തോടു കൂടിയായിരുന്നു മനസ്സാ വാചാ കർമ്മണ. ഇപ്പോഴും അനേകങ്ങൾ അങ്ങനെ തന്നെ നിശ്ചയിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പോഴും അനേകങ്ങൾ അങ്ങനെ തന്നെ നിശ്ചയിച്ചാണ്. പക്ഷെ പല ആളുകൾക്കും ലോകരംഗത്ത് പലവിധ പരീക്ഷണങ്ങളും ഒക്കെ വരുമ്പോ സഹിക്കാനാവാത്ത വേദന, ദുഃഖങ്ങൾ, രോഗങ്ങൾ, ഈ വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ലോകവശാൽ ബാഹ്യവശാൽ ഉണ്ടാകുമ്പോ ആദ്യം കുറ്റം പറയുന്നത് ഗുരുവിനെ ആയിരിക്കും. കാരണം ഞാൻ ഇത്രയും ആരാധിച്ചിട്ടും എനിക്കെന്താ ഇങ്ങനെ? കാരണം ചെയ്യുന്നത് ഗുരുവിനോട് ഗുരുവിനെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും ഒക്കെ എന്തോ ഒരു ഔദാര്യം ചെയ്യുന്ന പോലെയാണ്. ഭക്തന്മാരുടെയും ഭക്തകളുടെയും ഒക്കെ ധാരണ ഗുരുവിനോട് എന്തോ വലിയ ഔദാര്യം കാണിക്കുന്നു എന്നാണ്. എത്രയോ ജന്മങ്ങളായി നിന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മഹാപാപങ്ങളെ ഇപ്പൊ കഴുകിക്കളയാനുള്ള മാർഗമാണ് ഈ ആരാധന. ജന്മാന്തര ദോഷം തീർക്കുവാനാണ് ജന്മാന്തര ജ്ഞാനം തരുന്നത്. അതിനെ അനുസരിച്ച് അനുവർത്തിക്കുന്നത് ഔദാര്യമല്ല. അത് അവരവരുടെ ധർമ്മമാണ്, അവരവരുടെ ആവശ്യമാണ്. അവരവർക്ക് മോക്ഷത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ വിധം ജീവിച്ചെങ്കിലേ മതിയാവൂ. അപ്പൊ അങ്ങനെയുള്ള ജീവിതമല്ല ഗുരുപ്രസാദ് ഗുരുദേവൻ നയിച്ചത്. പരിപൂർണമായ തീരുമാനത്തോടു കൂടിയത് ആ ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് കൊലയാളികൾ കഴുത്തിന് കത്തിവെച്ചുകൊണ്ട് നിന്റെ ഗുരുവിനെ ഈ ജനമധ്യത്തിൽ വെച്ച് തള്ളിപ്പറയണമെന്ന് പറഞ്ഞപ്പോൾ മറ്റെങ്ങുമല്ല, വലിയ വിദൂരത്തിലല്ല, ഈ കാരാഴ്മ ചന്തയിൽ ഒരു പറ്റം ഗുണ്ടകൾ കൂടി ശുഭാനന്ദ ഗുരുവിനെ വിമർശിച്ച് നീ ഇവിടെ സംസാരിക്കണം. എന്താ കാരണം? ഗുരുവിന്റെ കൂടെ സർവദാ നടക്കുന്ന ആളാണെന്ന് അവർക്കെല്ലാം അറിയാം. ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് അവർക്കറിയാം. ആ ആളിനെ തന്നെ പിടികൂടി. എന്നിട്ട് ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ആ കൊലക്കത്തി കഴുത്തിന് വെച്ച് അമക്കിക്കൊണ്ടാണ് പറയുന്നത്, ഇവിടെ നിന്ന് നീ പറയണം. സാധാരണക്കാരാണെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാവല്ലോ എന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് പറയും. പറഞ്ഞില്ല. വന്നിച്ച പാദം നിന്ദിക്കുകയോ സ്തുതിച്ച നാവ് കൊണ്ട് ദുഷിക്കുകയോ ഞാൻ ചെയ്യുകയില്ല. നിങ്ങൾ എന്നെ അങ്ങ് കൊന്നാലും എനിക്ക് സാരമില്ല, എനിക്ക് എന്റെ ഗുരുവാണ് വലുത്. അങ്ങനെ സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി പറഞ്ഞ പരമഗുരുവാണ് ഗുരുപ്രസാദ് ഗുരുദേവൻ. അങ്ങനെയുള്ള പൂജയാണ് നടന്നുകൊണ്ടിരുന്നത്. അല്ലാതെ ബാഹ്യമായ ചില കോലാഹലങ്ങളല്ല. പൂർണ്ണമായ തീരുമാനം, അടിയുറച്ച വിശ്വാസം, അടിപതറാത്ത വിശ്വാസം. അങ്ങനെ അടിയുറച്ചു നിന്നുകൊണ്ട് എനിക്കുള്ള ധനം എന്റെ ഗുരുവരൻ താൻ, അതിൽ വലുതാൻ എനിക്കൊന്നുമില്ലേ. എനിക്കുള്ള ധനം എന്റെ ഗുരുവരൻ താൻ, അതിൽ വലുതാൻ എനിക്കൊന്നുമില്ലേ. ഗുരുവിന്റെ രൂപമായി മാറിയത്. അപ്രകാരം ശുഭാനന്ദ തപോശക്തി പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ആത്മലോകരക്ഷ ചെയ്തതിന്റെ നന്ദിയായിട്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ സന്നിധാനത്തിൽ വന്നുചേർന്ന് ഈ ജന്മനക്ഷത്രം ആഘോഷിക്കുന്നത്. ആകട്ടെ നമ്മൾ ഇതെല്ലാം ഒരുക്കി, ചെറുതായിട്ടൊക്കെ ഉള്ളൂ ഒരുക്കങ്ങൾ, വലിയ ഒരുക്കങ്ങളൊന്നും വന്നിട്ടില്ല. ഇങ്ങനെയാണോ ശരിക്കും ആഘോഷിക്കേണ്ടതോ ഇനി ഇതിലും വിപുലമായി ആഘോഷിക്കണോ? ഏതാണ് നിങ്ങളുടെ തീരുമാനം? ഒരു ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോ ഇത്രയൊക്കെ മതിയോ? കുറച്ചുകൂടി വിപുലമായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈയടിച്ചു കേട്ടാക്കൾ.
എങ്കിൽ ഈ ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങളോട് ഈ ദിനത്തിൽ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ ആത്മാർത്ഥത കാണിക്കുന്ന നമ്മളോട് ഈ ദിനത്തിൽ തന്നെ ഭഗവാൻ ഒരു കാര്യം കൽപ്പിച്ചു ഈ ജന്മദിനം നടത്തുവാൻ വേണ്ടി നിങ്ങളെല്ലാം എന്തെല്ലാം ഒരുക്കി? ഈ ജന്മദിനം നടത്തുവാൻ വേണ്ടി നമ്മളെല്ലാം എന്തെല്ലാം ഒരുക്കി? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കണം. സ്വയം ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഇതിനകത്ത് 2 ദിവസം യാത്ര ചെയ്ത് വന്നവരുണ്ട്, ഇതിനകത്ത് 2 ദിവസം യാത്ര ചെയ്ത് വന്നവരുണ്ട്, 12 മണിക്കൂർ യാത്ര ചെയ്ത് വന്നവരുണ്ട്, 12 മണിക്കൂർ യാത്ര ചെയ്ത് വന്നവരുണ്ട്, 6 മണിക്കൂർ യാത്ര ചെയ്തവരുണ്ട്, 6 മണിക്കൂർ യാത്ര 4 മണിക്കൂർ യാത്ര ചെയ്ത് വന്നവരുണ്ട്. അതിനൊക്കെ ധനം വേണം, അതൊക്കെ എനിക്കറിയാം. അതിനൊക്കെ ധനം വേണം. അതെല്ലാം നിങ്ങളെ സംബന്ധിച്ചൊരു ഒരുക്കമാണ്. അതെല്ലാം നമ്മളെ സംബന്ധിച്ചുള്ള പക്ഷെ ഈ സന്നിധാനത്തിൽ നടക്കുന്ന കർമ്മങ്ങൾക്കായി നമ്മുടെ ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ ഏതെല്ലാം വിധത്തിൽ ഒരുക്കപ്പെട്ടു, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു. ഇവിടെ സമീപ പ്രദേശത്തുള്ള ഇപ്രാവശ്യം കുറച്ച് വിദൂരത്തിൽ നിന്ന് തെക്കുതോട്ടിൽ നിന്നുമൊക്കെ ആളുകൾ വന്ന് പല കാര്യങ്ങളും ഇവിടെ ഒരുക്കി. അതൊന്നും മറന്നിട്ടല്ല, എങ്കിലും ബാഹ്യമായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ആളുകൾ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അതിനുള്ള സാഹചര്യങ്ങളുള്ളവരുണ്ട്. പക്ഷേ എല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. ഊരാടൻ ജന്മനക്ഷത്രത്തിന്റെ പ്രദക്ഷിണം ഒരു 10 മണിയോടുകൂടി തുടങ്ങും. അപ്പൊ ഒരു 9:45 ചെല്ലത്തക്കൊണ്ട് ഇറങ്ങിയാൽ മതി എന്ന് തീരുമാനിക്കുന്നവർ വരെയുണ്ട്. ആ സാഹചര്യവശാൽ ചില താമസങ്ങൾ വരുന്നവരെ അല്ല, മനഃപൂർവ്വം അങ്ങനെ തന്നെ കരുതി അങ്ങനെ വരൂ. കാരണം കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ടല്ലോ, ഈ കാര്യം കഴിയും അപ്പോഴേ അങ്ങ് തിരിച്ചു പോവുക. അത് എനിക്കുള്ള ധനം എന്റെ ഗുരുവരൻ താൻ എന്നുള്ള നയമാണോ? നിങ്ങളുടെ വീട്ടിലൊരു കാര്യം നടക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുവോ? ഇത് ആരുടെ വീടാ? ഈ നിൽക്കുന്നത് ഈ കാണുന്നതൊക്കെ ആരുടെ കുടുംബമാണ്? നിങ്ങളുടെ കുടുംബമാണോ? ആനന്ദരൂപന്റെ തറവാടാണ്. ആനന്ദരൂപൻ കളിയാടുന്നു. അത് ആനന്ദരൂപൻ ആരുടെ വകയാ? ഭക്തലോകത്തിന്റെ നിത്യരക്ഷയ്ക്കായി ആനന്ദരൂപൻ അവതരിച്ചു.
കളിയാടുന്നു. നിയമം പാലിക്കുന്ന ആത്മാക്കളിൽ ആനന്ദരൂപൻ കളിയാടുന്നു. ആദിയന്താനന്ദം തെളിക്കുവാൻ ആദർശമീ ഭൂവിൽ സ്ഥാപിച്ചല്ലോ. ആദിയന്താനന്ദം തെളിക്കുവാൻ ആദർശമീ ഭൂവിൽ സ്ഥാപിച്ചല്ലോ. നിയമങ്ങൾ പാലിച്ചു ആദർശം കർമ്മിച്ചു ജീവിച്ചിടുക സഹോദരരെ. നിയമങ്ങൾ പാലിച്ചു ആദർശം കർമ്മിച്ചു നിയമങ്ങൾ പാലിച്ചു ആദർശം കർമ്മിച്ചു ജീവിച്ചിടുക സഹോദരരെ. ആദിയന്താനന്ദം കണ്ടിടട്ടെ ഉള്ളിൽ സത്യശുഭാനന്ദം വാണിടട്ടെ. ആദിയന്താനന്ദം കണ്ടിടട്ടെ ഉള്ളിൽ സത്യശുഭാനന്ദം വാണിടട്ടെ. അപ്പോൾ സമ്പൂർണമായ രക്ഷയെ അനുഭവമാക്കുവാൻ സമ്പൂർണ്ണാവതാരം സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടറിഞ്ഞ് ആശ്രയിച്ച് ജീവിക്കുവാൻ പഠിച്ചെങ്കിൽ മാത്രമേ അത് അനുഭവമാവുകയുള്ളൂ. ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള കരുത്തുണ്ടാവണം. എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാവണം. എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ജീവിതം ചെയ്താൽ ഒരിക്കലും നഷ്ടമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നഷ്ടമില്ലാത്ത ജീവിതം ചെയ്യുവാനാണ് ജഗദീശ്വരൻ നമുക്ക് ജന്മം തന്നയച്ചത്. ആ ജീവിതമാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി ഈശ്വരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉന്നതമാകുന്ന സത്യജീവിതമാണ്. സത്യസ്വരൂപനെ ചിത്തധാരിൽ കണ്ടുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ച് ജീവിച്ചാൽ ഉന്നതമായ മഹാഭാഗ്യം അനുഭവിക്കുവാൻ പറ്റും. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും അതിനൊക്കെ ശ്രമിച്ചെങ്കിലല്ലേ സാധിക്കൂ. പലർക്കും വിചാരം ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലെന്നാണ്. അതിനാണ് ദൈവം തന്നെ മാതൃകയായി നിന്നുകൊണ്ട് ഈ വിധത്തിൽ പ്രവർത്തിച്ച് രൂപാന്തരപ്പെട്ട് നമുക്ക് മുന്നിൽ വാണിരുന്നു കൊണ്ട് നമ്മളെ അനുഭവപ്പെടുത്തിയത്. ഇത് അനുഭവപ്പെടുത്തി തന്നത്, ഈ വിധത്തിൽ കാണിച്ചു തന്നത്. ഒരു സാധാരണ ജന്മം ആദ്യകാലത്ത് ഈശ്വരനോട് യാതൊരു ഇഷ്ടവുമില്ലാത്ത രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത്. കാരണം വളരെ ചെറുപ്പകാലത്ത് തന്നെ മാതാപിതാക്കൾ നഷ്ടമായി പോയതുകൊണ്ട് ഈശ്വരൻ എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ അച്ഛനെയും അമ്മയും കൊണ്ടുപോയത് എന്ന ചിന്തയിൽ ഈശ്വര വിരോധിയായിട്ടാണ് ആദ്യം ജീവിച്ചിരുന്നത്. എന്നാൽ ഭഗവാനെ കണ്ട നിമിഷം മുതൽ
ആ തിരുശബ്ദം കേട്ട നിമിഷം മുതൽ നിശബ്ദം കേട്ട നിമിഷം ആ തീരുമാനങ്ങളെല്ലാം മാറി. തീരുമാനങ്ങളെല്ലാം ആ ഹൃദയത്തിൽ ഗുരുവിന്റെ രൂപത്തെ സ്ഥിരപ്പെടുത്തുവാനുള്ള കഠിന പരിശ്രമം ആരംഭിച്ചു. ഗുരുവിന്റെ രൂപത്തെ സ്ഥിരപ്പെടുത്തുവാനുള്ള കഠിന പ്രയത്നം ആരംഭിച്ചു. ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന സന്താനങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന സന്താനങ്ങൾക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഓരോന്നും നടന്നുകൊണ്ടിരുന്നത്. കേട്ടാൽ അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഓരോന്നും നടന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഒരാളിനോട് ഒരു വഴക്ക് പറയാൻ ഇടയായാൽ, ഒരു ദിവസം ഒരാളിനോട് ഒരു വഴക്ക് പറയാനിടയായ ഒരു ആവശ്യത്തിനാണ് പറഞ്ഞതെങ്കിൽ പോലും ആവശ്യത്തിനാണ് പറഞ്ഞതെങ്കിൽ പോലും വൈകുന്നതിന് മുമ്പ് ഗുരുവിന്റെ മുൻപിലെത്തി ദക്ഷിണ കൊടുത്ത് അതിന് മാപ്പ് പറഞ്ഞിട്ടേ രാത്രി കിടന്നുറങ്ങുകയുള്ളായിരുന്നു. വൈകുന്നതിന് മുമ്പ് തിരുമുമ്പിലെത്തിയ ദക്ഷിണ കൊടുത്ത് മാപ്പ് പറഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങുകയുള്ളായി. ഇപ്പോഴത്തെ ആളുകൾക്കാണെങ്കിൽ രണ്ടുപേരോട് വഴക്കിട്ടില്ലെങ്കിൽ അവർക്കൊരു സുഖമില്ല. ഇപ്പോഴത്തെ ആളുകൾക്കാണ് രണ്ടുപേരോട് വഴക്കിട്ടില്ലെങ്കിൽ അവർക്കൊരു സുഖമില്ല. ആ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് തൽക്കാലം അവിടെ ഒന്ന് തോറ്റുപോയാൽ തൽക്കാലം അവിടെ നിന്ന് തോറ്റുപോയി വീട്ടിൽ വന്നിരുന്ന് പിന്നത്തെ ആലോചന മുഴുവൻ അവനെ എങ്ങനെ തോൽപ്പിക്കാമെന്നാണ്, വീട്ടിൽ വന്നിരുന്ന ഇന്നത്തെ ആലോചന അവനെ എങ്ങനെ തോൽപ്പിക്കാം, അവനെ എങ്ങനെ ജയിക്കാം, അവനെ എങ്ങനെ ജയിക്കാം, അതാണ് പലരുടെയും ചിന്ത. അതാണ് പലരുടെയും. കാരണം അങ്ങനെ ജയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ നടുവിൽ സത്യജീവിതം മറന്നു പോവുകയാണ്. അങ്ങനെ ജയിക്കുവാനുള്ള പരിശ്രമത്തിന് നടുവിൽ സത്യജീവിതം മറന്നുപോവുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെയല്ല വേണ്ടത്. ഉന്നതനാകുന്ന ഗുരുവിനെ ആരാധ്യനായ ആത്മാവിൽ കാണണം. ഉന്നതനായ ഗുരുവിനെ ആരാധ്യനായ ആത്മാവിൽ കാണണം. ഉള്ളും പുറവും ഒരുപോൽ വാഴും ഉള്ളവനെ ഞാൻ കാണുന്നു. അഖിലാത്മാവായി പരമാത്മാവായി ഉള്ളും പുറവും ഒരുപോൽ വാഴും ഉള്ളവനെ ഞാൻ കാണുന്നു. അഖിലാത്മാവായി പരമാത്മാവായി പരലോകമായി അഖിലാത്മാവായി ഈ കീർത്തനം ഓർക്കുമ്പോഴൊക്കെ വളരെ രസകരമായ ഒരു ഓർമ്മ ഉണ്ടാവാറുണ്ട്. ഈ കീർത്തനം ഓർക്കുമ്പോഴൊക്കെ വളരെ രസകരമായ ഒരു ഓർമ്മ ഉണ്ടാകാറുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ വീടുകളിലെല്ലാം കുഞ്ഞുങ്ങളെ ആദ്യം മിക്കവാറും പഠിപ്പിക്കുന്ന ഈ പാട്ടാണ്. വീടുകളിലെല്ലാം കുഞ്ഞുങ്ങളെ മിക്കവാറും പഠിപ്പിക്കുന്ന ആദ്യം ഈ പാട്ടാണ്. ഉണ്ണിക്കണ്ണ എന്നൊരു വാക്കിലാണ് അത് തുടങ്ങുന്നത്. ഉണ്ണിക്കണ്ണ എന്നൊരു വാക്കിലാണ് അത് തുടങ്ങുന്നത്. പക്ഷേ ഒരു മഹാതത്വമാണ് അതിൽ മറഞ്ഞിരിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പോലും അറിയുന്നില്ല. പക്ഷേ ഒരു മഹാതത്വമാണ് അതിൽ മറഞ്ഞിരിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പോലും അഖില ആത്മാവായി പരമാത്മാവായി പരലോകമായി കാണുന്നു എന്നാണ് കൽപ്പന. അഖിലാത്മാവായി പരമാത്മാവായി പരലോകമായി കാണുന്നു എന്നാണ് കൽപ്പന. ഓരോ ആത്മാവിലും ഓരോ ആത്മാവിലും പരമാത്മാവായും പരലോകമായും കാണുന്നു എന്ന് പറയണമെങ്കിൽ ആ ആത്മാവ് എന്തായി തീർന്നിരിക്കണം? അത് പരമാത്മാവായി തീർന്നിരിക്കണം. പരമാത്മാവിനല്ലാതെ പരലോകം കാണാൻ മറ്റാർക്കും സാധ്യമല്ല. അപ്പോ പരമാത്മാവ് വന്ന് പരലോകം കാണണമെന്ന് നിങ്ങളോട് അറിയിക്കുന്നത് തെറ്റാണെന്നാണോ വിചാരം? അല്ല, നിങ്ങളിൽ പരമാത്മ ചൈതന്യം ഉദയം ചെയ്യുമ്പോൾ പരലോകം നിങ്ങളിൽ ഉദയമാവുകയാണ്. അപ്പോഴും കാണുന്നത് ആരാണ്? ജീവാത്മാവല്ല. ജീവാത്മാവെന്ന അസ്തിത്വം മാറി പരമാത്മാവെന്ന വിശാലതയിലേക്ക് മാറുകയാണ്. ആ വിശാലജ്ഞാനമേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വിശിഷ്ട രൂപമേ വിശാലജ്ഞാനമേ. ഓ, അത്ഭുതമായ ശബ്ദങ്ങളാണിതെല്ലാം. അങ്ങനെ അഖിലാത്മാവായി പരമാത്മാവായി പരലോകമായി കാണുന്നു. ഇത് പറയാനും തെളിയിക്കാനും വന്നത് ആരാണ്? ഇത് പറയാനും തെളിയിക്കാനും വന്നത് ആരാണ്? ആരാണ്?
പരമാത്മാവല്ലാതെ പരലോകത്തിന്റെ വ്യവസ്ഥ പറയാൻ ഇഹലോകത്തിൽ ആരുമില്ല. പരമാത്മാവല്ലാതെ പരലോകത്തിന്റെ വ്യവസ്ഥ പറയുവാൻ ഇഹലോകത്തിൽ ആരുമില്ല. പരലോകം തെളിയിപ്പാൻ പരമാർത്ഥം ചൊല്ലുന്നു, പരമാത്മാവിഹലോകെ വാണിടുന്നു. പരലോകം തെളിയിപ്പാൻ പരമാർത്ഥം ചൊല്ലുന്നു, പരമാത്മാവിലോകെ വാണിടുന്നു. പരലോകം തെളിയിപ്പാൻ പരമാർത്ഥം ചൊല്ലുന്നു, പരമാത്മാവിലോകെ വാണിടുന്നു. പരലോകം തെളിയിപ്പാൻ പരമാർത്ഥം ചൊല്ലുന്നു, പരമാത്മാവിലോകെ വാണിടുന്നു. പാരിൽ പരന്മാരിൽ പാപമുണ്ടെന്നുള്ള പരമാർത്ഥം പരമാത്മാവ് അറിയുന്നുണ്ട്. പാരിൽ പരന്മാരിൽ പാപമുണ്ടെന്നുള്ള പരമാർത്ഥം പരമാത്മാവ് അറിയുന്നുണ്ട്. പാപം നീക്കിയിടുന്ന പരമാർത്ഥം നൽകുവാൻ പരമാത്മാവല്ലാതെ ആരുമില്ല. പാപം നീക്കിയിടുന്ന പരമാർത്ഥം ചൊല്ലുവാൻ പരമാത്മാവല്ലാതെ ആരുമില്ല. പാപം നീക്കിയിടുന്ന പരമാർത്ഥം ചൊല്ലുവാൻ പരമാത്മാവല്ലാതെ ആരുമില്ല. പരമാത്മാരൂപത്തെ പരഹൃദയങ്ങളിൽ പരിചോടെ സേവിച്ചു ജീവിക്കുക. പരമാത്മാരൂപത്തെ പരഹൃദയങ്ങളിൽ പരിചോടെ സേവിച്ചു ജീവിക്കുക. പരമാത്മരൂപത്തെ പരഹൃദയങ്ങളിൽ പരിചോടെ സേവിച്ചു ജീവിക്കുക. പാപമൊഴിയട്ടെ പിൻപുണ്യം തെളിയട്ടെ, പാവനരൂപം കളിയാടട്ടെ. പാപമൊഴിയട്ടെ പുണ്യം തെളിയട്ടെ, പാപമൊഴിയട്ടെ പുണ്യം തെളിയട്ടെ, പാവനരൂപം കളിയാടട്ടെ. പാവനരൂപ ശുഭാനന്ദമേ, തുള്ളിക്കളിച്ചെന്നിൽ വാഴണമേ. പാവനരൂപ ശുഭാനന്ദമേ, തുള്ളിക്കളിച്ചെന്നിൽ വാഴണമേ. ഉന്നതനും ഉടമസ്ഥനുമാകുന്ന ദൈവം അവതാരമായി വന്ന് വാഴുന്നു എന്ന സത്യം അറിയുവാനിടയായ സന്താനങ്ങളാണ് നിങ്ങളെല്ലാം. അറിയാത്തവർ കോടിക്കണക്കിന് വെളിയിൽ കഴിയുകയാണ്. അറിഞ്ഞവർ എന്ത് വേണം? ആ അറിവിനനുസരിച്ച് ജീവിതം ചെയ്യണം. എങ്കിലേ നമുക്ക് ലോകരക്ഷ ചെയ്യാനും മോക്ഷം പ്രാപിക്കുവാനും കഴിയുള്ളൂ. ഒരു ജന്മത്തെ ലോകത്തിലേക്ക് അയച്ചത് ആ ജന്മം കൊണ്ട് വളർച്ചയും ക്ഷയവും ഉണ്ടായി
ഉണ്ടായി അങ്ങ് തിരികെ എത്താനല്ല. ആ ജന്മം കൊണ്ട് വളർച്ചയും ക്ഷയവും ഉണ്ടായി അങ്ങ് തിരികെ എത്തുവാനല്ല. അഥവാ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന ആ വ്യവസ്ഥ പൂർത്തിയാക്കി അങ്ങ് ഓടിച്ചെല്ലാൻ വേണ്ടിയല്ല. അഥവാ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന വ്യവസ്ഥ പൂർത്തിയാക്കി അങ്ങ് ഓടി ചെല്ലുവാനല്ല. അങ്ങനെ പൂർത്തിയാകണമെങ്കിൽ അങ്ങനെ പൂർത്തിയാകണം. അതിന്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജനിക്കുക, വളരുക, മരിക്കുക എന്നുള്ള തത്വത്തിലല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ജനിക്കുക, വളരുക, മരിക്കുക എന്നുള്ള തത്വത്തിലല്ല. സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന വ്യവസ്ഥ പൂർത്തിയാക്കപ്പെടണമെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന വ്യവസ്ഥ പൂർത്തിയാക്കപ്പെടണമെങ്കിൽ ഈശ്വരന്റെ ഹിതം അറിഞ്ഞ് ജീവിച്ച് ഈശ്വരന്റെ ലിഖിതം അറിഞ്ഞ് ജീവിച്ച് ഈശ്വര രൂപത്തെ ആത്മാവിന്റെ രൂപമായി കണ്ടറിഞ്ഞ് ഈശ്വര രൂപത്തെ ആത്മാവിന്റെ രൂപമായി കണ്ടറിഞ്ഞ് ആ പരിപൂർണ ചൈതന്യ രൂപത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിച്ച് പരിപൂർണ്ണ ചൈതന്യ രൂപത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിച്ച് നിഷ്കാമകർമ്മം പൂർത്തിയാക്കി നിഷ്കാമകർമ്മം പൂർത്തിയാക്കി അതിന്റെ ഫലം ആത്മാവിൽ സ്വീകരിച്ച് അതിന്റെ ഫലം ആത്മാവിൽ സ്വീകരിച്ച് സമ്പൂർണ്ണ സർവശക്തിയുടെ അധിവാസം സമ്പൂർണ്ണ സർവശക്തിയുടെ അധിവാസം ഈ ലോകത്തിൽ വെച്ച് തെളിയിച്ചിട്ടേ ആർക്കും ഈശ്വരനിലേക്ക് ലയിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തിൽ വെച്ച് തെളിയിച്ചിട്ടേ ആർക്കും ഈശ്വരനിലേക്ക് ലയിക്കുവാൻ അതിനാണ് നിങ്ങളെല്ലാം ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനാണ് നമ്മളെല്ലാം ഈ ലോകത്തിൽ ഇപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ഓരോന്നിനും ഉഴപ്പാൻ തുടങ്ങിയാൽ നമ്മൾ പലപ്പോഴും ഓരോന്നിനും പിന്നെ ആരെ കൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയും? ആരെ കൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കാൻ അതുകൊണ്ട് ഒരു കാരണവശാലും മന്ദീഭവിച്ചു പോകരുത്. അതുകൊണ്ട് ഒരു കാരണവശാലും മന്ദീഭവിച്ച് ഓരോ കർമ്മങ്ങളും നടക്കുമ്പോ ഓരോ കർമ്മങ്ങളും നടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു അത്യാവശ്യം വന്നാൽ എന്തെല്ലാം കാര്യം മാറ്റി വെച്ചിട്ട് ആ കാര്യം പൂർത്തിയാക്കും. നമ്മുടെ വീട്ടിൽ ആവശ്യം വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആ കാര്യം പൂർത്തിയാക്കും. ഇപ്പോഴും ഈ ഉത്സവത്തിന് എത്തിച്ചേരാത്ത പലരും അവരവരുടെ വീട്ടിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഉത്സവം മാറ്റി വെച്ചതാണ്. ഇപ്പോൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാത്ത പലരും അവരുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സവം മാറ്റി വെച്ചതാണ്. അങ്ങനെ നമ്മുടെ കാര്യം എന്ന് പറയുന്ന ഒരു ചിന്ത വരുമ്പോൾ പലതും നമ്മൾ മാറ്റിവെക്കും. അങ്ങനെ നമ്മുടെ കാര്യം എന്ന് പറയുന്ന ഒരു ചിന്ത വരുമ്പോൾ പലതും നമ്മൾ അപ്പോ ഗുരുവിന്റെ കാര്യം നമ്മുടെ കാര്യമാണെന്നുള്ള ചിന്ത വന്നാൽ ഗുരുവിന്റെ കാര്യം നമ്മുടെ കാര്യമാണെന്നുള്ള ചിന്ത വന്നാൽ ഗുരുകർമ്മങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകും. ഗുരുകർമ്മങ്ങൾക്ക് പ്രാധാന്യം അതിന് പ്രാതിനിധ്യം ഉണ്ടാകും. അതിന് പ്രാതിനിധ്യം ഉണ്ടാകും. ഉന്നതമായ കർമ്മങ്ങൾ ഏർപ്പെടുവാനുള്ള പ്രാപ്തി ഉണ്ടാകും. ഉന്നതമായ കർമ്മങ്ങളിൽ ഏർപ്പെടുവാനുള്ള ബാഹ്യമായ സുഖഭോഗാദികളൊന്നും അല്ല അപ്പോൾ ചിന്തിക്കുന്നത്. ഭാഗ്യമായ സുഖഭോഗാദികളൊന്നും അല്ല അപ്പോൾ ചില ആളുകൾ താരാസ്തുതിക്ക് വ്രതമെടുക്കുമ്പോ തന്നെ അന്വേഷിക്കുന്നത് വന്നാൽ ഒന്ന് കിടക്കാൻ എന്തെങ്കിലും സ്ഥലം കിട്ടുമെന്നാണ്. ചില ആളുകൾ താരാസ്തുതിക്ക് വ്രതമെടുക്കുമ്പോൾ തന്നെ അന്വേഷിക്കുന്നത് വന്നാൽ അത് കിടക്കാനുള്ള സ്ഥലം എടാ സുഖമായി കിടന്നുറങ്ങാനാണെങ്കിൽ വീട്ടിലും കിടന്നുറങ്ങിയാ പോരെ? സുഖമായി കിടന്നുറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരെ? ഈ താരാസ്തുതിക്ക് വന്ന് ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ടോ? താരാസ്തുതിക്ക് വന്ന് ബന്ധപ്പെടേണ്ട ദേഹസുഖങ്ങളെല്ലാം വർജിച്ച് ദേഹസുഖങ്ങളെല്ലാം ആത്മസുഖം കരസ്ഥമാക്കുവാനാണ് ആത്മനാഥന്റെ അടുത്തേക്ക് വരുന്നത്. ആത്മസുഖം കരസ്ഥമാക്കുവാനാണ് ആത്മനാഥന്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബാഹ്യമായ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭാഗ്യമായ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉന്നതനാകുന്ന ഗുരുവിൽ നിന്നുള്ള ആനന്ദം എത്രത്തോളം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുമെന്നാണ്. ഉന്നതനാകുന്ന ഗുരുവിൽ നിന്നുള്ള ആനന്ദം എത്രത്തോളം നമുക്ക് കരസ്ഥമാക്കാം. അങ്ങനെ കരുതി ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ സുഖത്തിലെത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ കരുതി ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ സുഖത്തിലെത്താൻ ആ വിധത്തിൽ ഓരോ കർമ്മങ്ങളിലും ഒരു കരുതലുണ്ടാകണമെന്ന് ഓരോ കർമ്മങ്ങളിലും ഒരു ഈ കരുതലുണ്ടാകും. ഉന്നതമായ പൂരാടൻ ജന്മനക്ഷത്ര ദിനത്തിൽ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഉന്നതമായ പുരാണ ജന്മനക്ഷത്ര ദിനത്തിൽ ഭഗവാൻ നമ്മളെ വീണ്ടും നമുക്ക് പൂരൻ ജന്മനക്ഷത്രം ഇതാ ആഗതമാവുകയാണ്. 7 ദിവസം കൂടി കഴിഞ്ഞാൽ ആദർശ കൊടിയേറ്റ് കർമ്മം നടക്കുകയാണ്. 7 ദിവസം കൂടി കഴിഞ്ഞാൽ ആദർശ കൊടിയേറ്റ് കർമ്മം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളിലും ബന്ധപ്പെടുകയും ഈ ജന്മനക്ഷത്ര സ്തുതി നടത്തുകയും മറ്റു കാര്യാദികൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ആരാണ്? ഓരോ കാര്യങ്ങളിലും ബന്ധപ്പെടുകയും ജന്മനക്ഷത്ര സ്തുതി നടക്കുകയും മറ്റു കാര്യാദികളൊക്കെ ബന്ധപ്പെടുകയും ചെയ്യുന്നത് അതെല്ലാം ആരുടെ ഉത്തരവാദിത്വമാണ്? എല്ലാം ആരുടെ ഉത്തരവാദിത്വം? എന്താണു കൽപ്പന ആയതു പാലിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു സദ്ഗുരുവേ. എന്താണു കൽപ്പന കൽപ്പിക്കും കൽപ്പന കാര്യമായി പാലിച്ചാൽ കൽപ്പിച്ച തമ്പുരാൻ കൂടെ വാഴും. കൽപ്പിക്കും കൽപ്പന കാര്യമായി പാലിച്ചാൽ കൽപ്പിച്ച തമ്പുരാൻ കൂടെ വാഴും.
എന്താണു കൽപ്പന ആയതു പാലിപ്പാൻ ഞങ്ങളൊരുങ്ങുന്നു സദ്ഗുരുവേ. എല്ലാവരും തിരുവോദാര സുദിനം ഘോഷിക്കുവാൻ വളരെ ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുക. എല്ലാ കർമ്മങ്ങളിലും വന്ന് ബന്ധപ്പെടുക. ആവലാദികളും വേവലാദികളും പരാതികളും ഒന്നും പറയാനല്ല, അവരവരുടെ ധർമ്മമായി. എങ്ങനെയാണത് കരുതുന്നത്? ദൈവകാര്യം എന്റെ കാര്യം, സ്വന്ത കാര്യം എനിക്കെന്നും. അന്തമില്ലാതുള്ള ഭാഗ്യം അതിൽ ചെന്നെത്താ. ഓ എന്റെ കാര്യമാണ് ഈ നടക്കുന്നതെന്നുള്ള ഓർമ്മ ഓരോരുത്തർക്കും ഉണ്ടാകും. ആ ഓർമ്മയോടുകൂടി ജീവിച്ചതിന്റെ ഫലമാണ് നമ്മുടെ ഗുരു പരമ്പരകളൊക്കെ ആ സ്ഥാനത്തിലേക്ക് അർഹമായി തീർന്നത്. ആത്മബോധോദയ സംഘാംഗങ്ങൾ ഗുരുവിന്റെ തിരുമുമ്പാകെ മരണക്കിടക്കവരെയും സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. അതിൽ ഒരു അണുവിന് പോലും മാറ്റം വരുത്താൻ ആർക്കും സാധിക്കുന്നതല്ല. മാറ്റം വരുത്തുമ്പോഴാണ് ദുഃഖം കൂടെ വരുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ആത്മബോധോദയ സംഘത്തിൽ വന്ന് ജീവിച്ചിട്ട് ഞങ്ങളുടെ ദുഃഖം മാറിയില്ലല്ലോ. സംഘ നിയമപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ ദുഃഖം വരികയില്ല. സത്യമേ സത്യം വരികയില്ല. കാരണം ഇഹ പരലോക വ്യവസ്ഥകളെ ഒന്നാക്കി നിലനിർത്തിക്കൊണ്ടാണ് ദൈവം ജന്മാന്തരജ്ഞാനം തന്നിരിക്കുന്നത്. അതിനകത്ത് മാറ്റിവെക്കുന്ന ഒന്നുമില്ല. കാണപ്പെടുന്നതും കാണപ്പെടാത്തതും അതോടുകൂടിയുണ്ട്. സർവസൂക്ഷ്മരൂപികളും അതോടുകൂടിയുണ്ട്. സർവലോകങ്ങളും അതോടുകൂടിയുണ്ട്. സർവശക്തികളും അതോടുകൂടിയുണ്ട്. സർവദേവീദേവന്മാരും ഉണ്ട്. സർവദൂതപരമ്പരകളുണ്ട്. ത്രിമൂർത്തികളുണ്ട്. ബ്രഹ്മർഷികളുണ്ട്. സപ്തർഷികളുണ്ട്. ഗന്ധർവന്മാരുണ്ട്. യക്ഷന്മാരുണ്ട്. കിന്നരന്മാരുണ്ട്. നാഗലോകമുണ്ട്. ദേവലോകമുണ്ട്. സർവലോകവുമുണ്ട്. സർവത്തിന്റെയും അധികാരിയായ ആ യുഗപുരുഷനാകുന്ന ശുഭാനന്ദ രൂപമാണ് നിങ്ങളെ മാടി വിളിച്ച് വീണ്ടെടുത്തിരിക്കുന്നത്. ഇത് മറക്കാതെ സത്യം പാലിച്ച് ജീവിച്ചാൽ ദുഃഖമെടുക്കുകയില്ല. സത്യം സത്യം സത്യം. അതിനുവേണ്ടി നിങ്ങൾ സത്യം പാലിച്ച് ജീവിക്കുക. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരു തിരുവതാരമായി വന്ന അവതാര സുദിനം അതിന്റെ എല്ലാ മഹത്വത്തോടും കൂടി ആഘോഷിക്കണമെന്ന് തീരുമാനിക്കുന്നവരൊന്ന് കൈയടിച്ചു കേട്ടാക്കളും. എങ്കിൽ നമുക്ക് അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നാണിന്ന് പ്രവർത്തിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നാണിന്ന് പ്രവർത്തിക്കാം. നമുക്ക് എത്ര ഘോഷയാത്രയാണ്? 1
ഏതൊക്കെ? ഇപ്പം എല്ലാവരും പ്രകാശയാത്ര ആദ്യം പറയുന്നല്ലേ. ജന്മനക്ഷത്ര ഘോഷയാത്രയും പ്രകാശയാത്രയും, രണ്ട് ഘോഷയാത്രയും വൻപിച്ച വിജയമാക്കണമെന്നുള്ളവർ ഒന്നുകൂടി കൈയടിക്കാം. ഈ ഉത്സാഹവും ആർത്തിയും ആ കർമ്മങ്ങളിലെല്ലാം ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ജന്മനക്ഷത്ര സ്തുതി വെച്ചിട്ടുണ്ട്. ഓരോ ശാഖകളിൽ നിന്ന് ആളുകൾ വന്ന് സ്തുതിക്കുന്നു, അവരവരുടെ വീട്ടിലേക്ക് ആ ദിവസം കഴിയുമ്പോൾ പോകുന്നു. അപ്പൊ ചിലരുടെ വിചാരം, ഉത്സവ ദിവസം ഒരു ദിവസം പോയല്ലോ, ഇനിയിപ്പോ 9-നും 10-നും പോയില്ലേലും കുഴപ്പമില്ല, ഒന്നും നടക്കുകയില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ കാര്യത്തിൽ തയ്യാറാവുകയില്ല. ഇത് അവരവരുടെ കർമ്മമായി ഏറ്റെടുത്ത് കർമ്മിക്കേണ്ടതാണ്. 10 ദിവസവും നടക്കുന്ന കാര്യങ്ങളിൽ നമ്മുടേതായ ഒരു ശ്രദ്ധയും ബന്ധവും എല്ലാം ഉണ്ടായിരിക്കണം. ഒന്നാം ഉത്സവത്തിന് വിളിക്കുന്നവർ ഒന്നാം ഉത്സവത്തിന് വരണം. പക്ഷെ 9-നും 10-നും ഇവിടെ ഉണ്ടായിരിക്കണം. 2-ന് വിളിക്കുന്നവർ 2-ന് വരണം. 9-നും 10-നും ഇവിടെ ഉണ്ടായിരിക്കണം. ഇതിനിടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നതൊക്കെ അവരവരുടെ അത്യാവശ്യം. ഏൽപ്പിക്കുന്ന കാര്യം പൂർത്തിയാക്കുക, അതിന്റെ പരിപൂർണതയെ അനുഭവിക്കുക. 9-നും 10-നുമാണ് അതിന്റെ പരിപൂർണാവസ്ഥ. അത് ആ വിജയോത്സവം കൊണ്ടാടാനാണ് ബാഹ്യലോകത്തേക്ക് നമ്മൾ ഇറങ്ങുന്നത്. വരുന്നു വരുന്നു മഹാശക്തി വരുന്നു, വരുന്നു വരുന്നു മഹാശക്തി വരുന്നു, ലോകവാസികളെ കാണുവാൻ വരുന്നു, ലോകവാസികളെ കാണുവാൻ വരുന്നു, ഖഡ്ഗി അവതാരം അറിയിക്കാൻ വരുന്നു, ഖഡ്ഗി അവതാരം അറിയിക്കാൻ വരുന്നു, വിജയക്കൊടി മാറി പറത്തുവാൻ വരുന്നു, വിജയക്കൊടി മാറി പറത്തുവാൻ വരുന്നു, ആദർശക്കൊടിയുടെ തിളക്കം ഞാൻ കണ്ടു, ആദർശക്കൊടിയുടെ തിളക്കം ഞാൻ കണ്ടു, ആദർശക്കൊടിയുടെ തിളക്കം ഞാൻ കണ്ടു, ആദർശ പുരുഷന്റെ അവതാരം കണ്ടു, ആദർശക്കൊടിയുടെ തിളക്കം ഞാൻ കണ്ടു, ആദർശ പുരുഷന്റെ അവതാരം കണ്ടു, ഖഡ്ഗിയെ ജയിച്ചൊരു കാഹളം കേട്ടു, ഖഡ്ഗിയെ ജയിച്ചൊരു കാഹളം കേട്ടു, ഖഡ്ഗിയെ ജയിച്ചൊരു കാഹളം കേട്ടു, നാമസങ്കീർത്തനം കാതിൽ ഞാൻ കേട്ടു, ഖഡ്ഗിയെ ജയിച്ചൊരു കാഹളം കേട്ടു, നാമസങ്കീർത്തനം കാതിൽ ഞാൻ കേട്ടു, ഉദിച്ചേ ദൈവശക്തി വർദ്ധിച്ചേ വായെല്ലാം, ഉദിച്ചേ ദൈവശക്തി വർദ്ധിച്ചേ വായെല്ലാം, വസിച്ചോരിരുളുമ്പോൾ മനസ്സോമകരായി, ഉദിച്ചേ ദൈവശക്തി വർദ്ധിച്ചേ വായെല്ലാം, വസിച്ചോരിരുളുമ്പോൾ മനസ്സോമകരായി, വസിച്ചോരിരുളുമ്പോൾ മനസ്സോമകരായി, ഉന്നതനാകുന്ന ഗുരുവും ദേവീദേവന്മാരും ദൂതപരമ്പരകളും സന്യാസ പരമ്പരകളും, ഓ വിഷ്ണു ദൂതന്മാരും, ഓ സ്വർഗരൂപികളും, ഓ സർവസൂക്ഷ്മരൂപികളും ആത്മലോകവും ഒത്തുചേർന്ന് നടത്തുന്ന വിജയാഘോഷമാണ് നമ്മുടെ ഘോഷയാത്ര. അത് ഉന്നത വിജയമാക്കി തീർക്കുവാൻ അതിന്റെ
പ്രവർത്തിക്കുക. ഗർഭഗുരുവിന്റെ ഗർഭം സ്വന്തം ഗർഭമായി ഏറ്റെടുത്ത് വേഗം പ്രവർത്തിക്കുക. ഞാനൊരു ഘോഷയാത്രയുടെയും ജന്മനക്ഷത്രത്തിന്റെയും കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ഘോഷയാത്രയുടെയും ജന്മനക്ഷത്രത്തിന്റെയും കാര്യമാണ് പറയുന്നത്. അതിന്റെ നടത്തിപ്പിന് നിങ്ങളെ പങ്കെടുപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രചോദനത്തിന് വേണ്ടിയാണ് പറയുന്നത്. അതിന്റെ നടത്തിപ്പിന് വേണ്ടി നമ്മളെ പങ്കെടുപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രചോദനത്തിന് വേണ്ടിയാണ് ഇത് പറയുമ്പോൾ ഇത്രയും ആനന്ദമാണെങ്കിൽ ഇതിൽ പങ്കെടുത്താൽ എന്തായിരിക്കും സുഖം? ഓ, ആനന്ദരൂപൻ തുള്ളിക്കളിക്കുന്നു, ആനന്ദരൂപൻ തുള്ളിക്കളിക്കുന്നു. ഓ, ആനന്ദരൂപൻ തുള്ളിക്കളിക്കുന്നു, ആനന്ദരൂപൻ തുള്ളിക്കളിക്കുന്നു. ഓ, ആനന്ദരൂപൻ തുള്ളിക്കളിക്കുന്നു, ആനന്ദരൂപൻ തുള്ളിക്കളിക്കുന്നു. ഓ, ആത്മാവിലൊക്കെയും തുള്ളിക്കളിക്കുന്നു, ആനന്ദരൂപൻ തുള്ളിക്കളിക്കുന്നു. ആത്മാവിലൊക്കെയും തുള്ളിക്കളിക്കുന്നു, ആനന്ദരൂപൻ തുള്ളിക്കളിക്കുന്നു. ഈശ്വര രൂപത്തെ ആത്മാവിലൊക്കെയും കാട്ടിക്കൊടുക്കുന്നു. ഈശ്വര രൂപത്തെ ആത്മാവിലൊക്കെയും കാട്ടിക്കൊടുക്കുന്നു. ഈശ്വര രൂപത്തെ ആത്മാവിലൊക്കെയും കാട്ടിക്കൊടുക്കുന്നു. ഓ, സദ്ഗുരു സന്താനം ഒത്തുയർന്ന ആനന്ദം നിത്യം അനുഭവിച്ചാറാടുന്നു. 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 ഓ, ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ആനന്ദമേ, ജന്മനക്ഷത്രം ഇതാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ഇതാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ഇതാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ഇതാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ഇതാനന്ദമേ. ഒത്തുചേരാം, നമുക്ക് ഒത്തുചേരാം, ജന്മനക്ഷത്രത്തെ ആഘോഷിക്കാം. ഒത്തുചേരാം, നമുക്ക് ഒത്തുചേരാം, ജന്മനക്ഷത്രത്തെ ആഘോഷിക്കാം. ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ഇതാനന്ദമേ. ഒത്തുചേരാം, നമുക്ക് ഒത്തുചേരാം, ജന്മനക്ഷത്രത്തെ ആഘോഷിക്കാം. ഒത്തുചേരാം, നമുക്ക് ഒത്തുചേരാം, ജന്മനക്ഷത്രത്തെ ആഘോഷിക്കാം. ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ഇതാനന്ദമേ. ഒത്തുചേരാം, നമുക്ക് ഒത്തുചേരാം, ജന്മനക്ഷത്രത്തെ ആഘോഷിക്കാം. ഒത്തുചേരാം, നമുക്ക് ഒത്തുചേരാം, ജന്മനക്ഷത്രത്തെ ആഘോഷിക്കാം. ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ഇതാനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രം ഇതാനന്ദമേ. ഇപ്പോ ഉന്നതമായ അനുഭവം ഓരോ ആത്മാവിലും ഉണ്ടാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകും. സർവപ്രകൃതികളും ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഓ സർവലോകവും സർവവീഥികളും അതിനായി ഒരുങ്ങി യുദ്ധം ലോകത്ത് നിന്ന് അവസാനിച്ച് ശാന്തിയോടും സമാധാനത്തോടും കൂടി ഉന്നതമായ പൂരം നക്ഷത്രം ആഘോഷിക്കുവാൻ ദൈവമെല്ലാം ഒരുക്കുമാറാകട്ടെ.
ഇന്ന് കുവൈറ്റിൽ ഊരാടൻ ജന്മനക്ഷത്രം ആഘോഷിക്കുകയാണ്. ഒരാളെ ജന്മനക്ഷത്രം ആഘോഷിക്കും. അവിടെയും ഈ കളിവിളയാട്ടം അനുഭവപ്പെടുമാറാകട്ടെ. ഓമന കുഞ്ഞുങ്ങൾ വളരെ ഭയത്തോടുകൂടിയാണ് എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒത്തുചേരലുകൾക്ക് നിയമമില്ല, അതിന് അനുവാദമില്ല. എങ്കിലും അവർ ആ രഹസ്യമായെല്ലാം ഒരുക്കുകയാണ്. വാതിലുകളെല്ലാം അടച്ച് ശബ്ദമൊന്നും അധികം വെളിയിലോട്ട് വരാതെ ഭയന്നിരുന്ന് തിരുനാമ സ്തുതിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യകാലത്തിന്റെ സന്താനങ്ങൾ അത് അനുഭവിച്ചതാണ്. ഇതെല്ലാം തുറന്ന് സർവ്വസ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് ഏത് ക്ഷേത്രത്തിലും കയറാം, ഏത് വീഥികളിലൂടെയും സഞ്ചരിക്കാം, ഏത് രാജ്യത്തും പോയി പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠന വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാം. ആ ഉന്നതമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടത്താം. എന്തിന് നല്ല ഭാഷ സംസാരിക്കാം. ആ ഒത്തുചേർന്ന് സദ്യ കഴിക്കാം. എല്ലാം ഒന്നിച്ചു ചെയ്യാം. ഒരു വിവേചനമില്ല, ഒരു ഭേദബുദ്ധിയില്ല. എല്ലാം ഒന്നിച്ച് നിർവഹിക്കത്തക്ക വിധം എല്ലാം ഒരുക്കി തന്ന ദൈവത്തിന്റെ നാമത്തിൽ ഒത്തുചേരാം. നമുക്കൊത്തുചേരാം, ജന്മനക്ഷത്രത്തെ ആഘോഷിക്കാം. ഒത്തുചേരാം, നമുക്കൊത്തുചേരാം, ജന്മനക്ഷത്രത്തെ ആഘോഷിക്കാം. ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രമിതാനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ ജന്മനക്ഷത്രമിതാനന്ദമേ. ദൈവം എല്ലാം ഒരുക്കി എല്ലാവരെയും ഇവിടെ എത്തിച്ച് ആനന്ദമായ നിലയിലെല്ലാം നടത്തി തരുമാറാകട്ടെ. അപ്പോ 2 ഘോഷയാത്രകളും വിവിധ സമ്മേളനങ്ങളും സെമിനാറ്, ഭക്തി ശുഭാനന്ദ നാമ സങ്കീർത്തനാർച്ചന, അത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സന്യാസ പരമ്പരകൾ, അന്തേവാസികൾ, ബാലഭക്തേനങ്ങൾ, പിന്നെ നമുക്ക് ഈ കീർത്തനങ്ങൾ ആലപിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ഭക്ത പരമ്പരകൾ, പലരും ഒത്തുചേർന്ന് ഉള്ള പരിപാടികൾ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ടാണ് ജന്മനക്ഷത്ര സ്തുതി നടത്തുന്നത്. കാരണം നമുക്ക് അതേ തിരുമുമ്പാകെ വെക്കുവാനുള്ളൂ. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. അല്ലാതെ ഒന്നും നമുക്ക് തിരുമുമ്പാകെ സമർപ്പിക്കാനില്ല. മനസ്സാ വാച കർമ്മണ പരിശുദ്ധ ജീവിതം ചെയ്തുകൊണ്ട് എല്ലാവരും വന്നു ചേർന്ന് സ്തുതിക്കുക. മഹാശക്തി എല്ലാം സ്വീകരിക്കട്ടെ, ആനന്ദമായെല്ലാം നടത്തി തരട്ടെ. പ്രാവശ്യം ഒരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. അത് പ്രത്യേകം ഓർക്കേണ്ടതായതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ നമുക്ക് താരാസ്തുതിയുടെ വ്രതം ഈ ജന്മനക്ഷത്രത്തോടനുബന്ധിച്ചുള്ള വ്രതത്തിന്റെ ഇടയിലായിരിക്കും താരാസ്തുതിയുടെ വ്രതം കൂടി വരുന്നത്. 5-6 ദിവസമൊക്കെ അതിനകത്ത് അങ്ങ് ചേർന്ന് പോകും. 10 ദിവസം വ്രതം ഉണ്ടല്ലോ ജന്മനക്ഷത്രത്തിന്. അപ്പൊ അതില് ചില പ്രാവശ്യം 5 കിട്ടും, ചിലപ്പോ 6 കിട്ടും, ചിലപ്പോ 7 കിട്ടും, ഇങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം കൊടി ഇറക്കുന്ന ദിനം മുതലാണ് താരാസ്തുതിയുടെ വ്രതം ആരംഭിക്കുന്നത്. അപ്പൊ ഈ മേടമാസത്തിലെ താരാസ്തുതി എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ ഇടവം ആദ്യമോ അല്ലെങ്കിൽ അതിന്റെ മധ്യത്തിലോ ഒക്കെയാണ് നടത്തുന്നത്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇടവം 3-നാണ്
സമാധി ദിനാചരണം വരുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഇടവം 3-നാണ് അപ്പൊ സമാധി. അത് കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് നമ്മൾ താരാസ്തുതിക്കായിട്ട് കരുതുന്നത്. അത് കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് താരാസ്തുതി. അപ്പൊ അപ്രകാരം വ്രതദിനങ്ങൾ ഇങ്ങനെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം വ്രതദിനങ്ങൾ ഇങ്ങനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓർമ്മിപ്പിക്കുന്നത് ആ 10 ദിവസം ഞങ്ങൾ വ്രതമൊക്കെ എടുത്ത് അപ്പൊ ഒരു ദിവസം ഒരു ഇടവേള കഴിഞ്ഞിട്ട് വ്രതം എടുക്കാന്ന് പറഞ്ഞാൽ 20 ദിവസമേ കിട്ടത്തുള്ളൂ. 10 ദിവസം ഞാൻ വ്രതം എടുത്തതാണ്. അതുകൊണ്ട് ഇടവേള കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ 20 ദിവസം. കൊടി ഇറങ്ങിയ ദിവസമല്ലേ വ്രതമൊക്കെ ഒന്ന് മുറിച്ചിട്ട് നാളെ മുതൽ സ്തുതിയുടെ വ്രതം അങ്ങ് തുടങ്ങാമെന്ന് കരുതിയാൽ നാളെ മുതൽ വ്രതം തുടങ്ങാമെന്ന് കരുതിയാൽ അത് നിയമത്തിന് തെറ്റാണ്. ഒരിക്കലും അത് പാടില്ല. അപ്പോൾ ആ ജന്മനക്ഷത്രത്തിന്റെ വ്രതം തുടങ്ങുന്ന ദിവസം മുതൽ താരാസ്തുതി സമാപനം വരെ താരാസ്തുതിക്ക് സംബന്ധിക്കുന്നവർക്ക് വ്രതമായിരിക്കണം. ഇത് പ്രത്യേകം പറയാൻ കാരണം ഈ പ്രാവശ്യത്തെ സ്തുതിയിൽ ബാലജനങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കർശനമായ ചില ഇടപെടലുകളും നിയമങ്ങളും ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പണ്ടത്തെ കൂട്ടങ്ങ് ഇരച്ചു കയറി ബാലജനങ്ങളൊന്നും വരുന്നില്ല. കാരണം ഈ ചുറ്റിക്കളികളും ചുറ്റിക്കറക്കലും ഒന്നും ഇവിടെ നടക്കത്തില്ല എന്നിപ്പോ മനസ്സിലായി. എങ്ങോട്ട് തിരിഞ്ഞാലും നോക്കാൻ ആളുണ്ട് എന്ന് മനസ്സിലായി. എന്തിനും ചോദ്യം ചെയ്യാൻ ആളുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് വലിയ കറക്കവും കാര്യങ്ങളും ഒന്നും നടക്കാത്തത് കൊണ്ട് ഈ ഉഴപ്പന്മാരൊന്നും ഇപ്പൊ താരാസ്തുതിക്ക് വരാറില്ല. ആത്മശുദ്ധി വേണം, ആത്മാനന്ദം വേണമെന്ന് ആഗ്രഹമുള്ളവർ വ്രതം എടുത്തുകൊണ്ട് വന്നു ചേരും. അപ്പൊ പ്രത്യേകം ഓർക്കുക, തൃക്കൊടി ഇറക്കുന്ന ദിവസം മുതൽ താരാസുര വ്രതം ആരംഭിക്കുകയാണ്. അയ്യോ ഭഗവാനെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് താരാസുതിക്ക് ആരും വന്നേക്കരുത്. കാരണം അങ്ങനെ നിയമത്തിൽ ഇളവ് ചെയ്താൽ താരാസ്തുതി കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് കാരണം ഒരു കലം നിറച്ച് അരിയിട്ട് വേവിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനകത്ത് അറിയാവുന്നവരുണ്ടോ കല്ല് കിടന്നിരിക്കട്ടെ, ചോറ് അതിന്റെ പരുവത്തിന് വെന്തിഞ്ഞ് ഊറ്റി എടുത്തു കഴിയുമ്പോഴും കല്ല് അതുപോലെ കിടക്കും. അത്രയും തീയും അത്രയും സമയവും ഒക്കെ അതിനും കൊടുത്തതാ. പക്ഷെ അതിന് വേവ് സംഭവിച്ചില്ല. കാരണം എന്താ? അതിന്റെ തത്വങ്ങൾ അങ്ങനെ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ തത്വഗുണങ്ങളുടെ ഉത്ഭവരൂപനാകുന്ന ജഗദീശ്വരൻ നിങ്ങളിലുള്ള സൂക്ഷ്മ തത്വങ്ങളെ കണ്ടറിഞ്ഞിട്ടാണ് 21 ദിവസത്തെ വ്രതം നിശ്ചയിച്ചിരിക്കുന്നത്. ആ 21 ദിവസം കൊണ്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടായെങ്കിലേ താരാസുതിയിൽ ബന്ധിക്കുവാനുള്ള യോഗ്യത ഉണ്ടാകും. ആ പരിശുദ്ധ വ്രതമാണ് താരാസുതി ബന്ധിക്കാനുള്ള യോഗ്യത. അപ്പൊ ഹൃദയം ഒരുക്കുക, ആ പരിപൂർണമായി ഒരുക്കുക. അങ്ങനെ എല്ലാവരും വളരെ ധീരതയോടുകൂടി സന്തോഷത്തോടുകൂടി താരാസുതി വന്ന് ബന്ധിക്കുക. അല്ലാതെ ഒളിച്ചും പാത്തും വന്ന് ആ താരാസുതി ബന്ധപ്പെടാമെന്ന് വിചാരിച്ചത് നടക്കുന്ന കാര്യമില്ല. അനേകായിരം ദേവീദേവന്മാരും കോടാനുകോടി ദൂതന്മാരും എന്നോടൊപ്പം നിന്നുകൊണ്ടാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. അവരിതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടറിഞ്ഞ് പരിശോധിച്ചിട്ടേ നിങ്ങൾക്ക് അനുഗ്രഹം തരികയുള്ളൂ. കാരണം അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, പണ്ട് വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം കുചേലൻ കൃഷ്ണനെ കാണാൻ പോയ കഥ നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പൊ ക്ഷേത്രങ്ങളിലെല്ലാം അത് പ്രത്യേകമായി നടീനടന്മാരെ വെച്ച് രുക്മിണി കുചേല ആഗമനം എന്ന് പറഞ്ഞ് നടത്താറുണ്ട്. വലിയ പരിപാടിയായിട്ട് നടത്താറുണ്ട് ഈ സപ്താഹമൊക്കെ നടക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും ആ കഥകളൊക്കെ അറിയാം. പക്ഷേ അന്ന് ഈ ശ്രീകൃഷ്ണന്റെ അടുത്ത് ചെന്ന് ഈ അവൽപ്പൊതി കയ്യിലെടുത്ത് വാരി കഴിക്കുന്ന സമയത്ത് ആദ്യത്തെ പിടി വായിലിട്ടു. രണ്ടാമത്തെ പിടിച്ചപ്പോ അടുത്ത് നിന്ന ആരാ കയ്യെ പിടിച്ചേ? ആരാ പിടിച്ച? ആരാ? രുക്മിണിയോ സത്യഭാമയോ? ആരാ പിടിച്ചേ? രുക്മിണിയാണോ? അവക്ക് അങ്ങനെ തന്നെ വേണം. രുക്മിണി കയ്യെ കയറി പിടിച്ചു. അത്രയും വേണ്ട എന്നുള്ളതാണ്. കാരണം ഭക്തവത്സലൻ ഭഗവാൻ എല്ലാം കൊടുക്കും. പക്ഷേ അടുത്ത് ഇവരെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവരതിന്റെ നിയന്ത്രണം ചെയ്യുന്നത്. അങ്ങനെ ചില നടപടികൾ ഇതിനകത്തുമുണ്ട്. അത് അടുത്ത് കയ്യെ പിടിക്കുകയല്ല, ചില ഫിൽറ്ററുകൾ ഇതിന്റെ ഇടയ്ക്ക് വെക്കും. നേരെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഒരാളിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കുഴൽ വെച്ചു കൊടുക്കും. അപ്പൊ ഒരു തുള്ളി
അങ്ങ് വീഴും. അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പുറകോട്ട് പോകുമ്പോൾ അതേ ഒഴുക്ക് തന്നെ, പക്ഷേ അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ വിശാലമായ ഹൃദയത്തോടു കൂടി ഒരാളിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ വലിയൊരു പൈപ്പ് വെച്ച് കൊടുക്കും. വിശാലമായ ഹൃദയത്തിന് ഉടമയ്ക്ക് വലിയൊരു പൈപ്പ്. അപ്പോൾ അതിനകത്തൊരു വലിയ തുള്ളി വീഴും. അതിനകത്ത് വലിയൊരു വീഴും. ആ അപ്പോൾ ഇച്ചിരി കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരാൾ ഇതെല്ലാം മറന്ന് ഞാൻ ഇരിക്കുകയാണ്. ഇച്ചിരൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരാൾ അവിടെ പൈപ്പ് ഇല്ല, അത് അങ്ങനെ അങ്ങ് ഒഴുകി അങ്ങനെ ഒഴുകി. ഞാൻ സ്നാനം ചെയ്യുകയാണ്. ഞാൻ സ്നാനം ആ ചെയ്യുകയാണ്. മുഴുവനെ അങ്ങ് മുക്കിയെടുക്കും. മുഴുവനെ അങ്ങ് മുക്കിയെടുക്കും. ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് ഈ തടസ്സങ്ങളൊന്നും വരാതെ പൈപ്പ് ഘടിപ്പിക്കാതെയൊക്കെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയം ഹൃദയമൊരുക്കി നിങ്ങൾ ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടുന്നു. ഓ ഉന്നതനാകുന്ന ഗുരുവിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ തക്ക വിധം, ഉന്നതനാകുന്ന പരമഗുരുവിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ, ആ ആനന്ദത്തിൽ ആമഗ്നരാകുവാൻ തക്ക വിധം ആനന്ദത്തിൽ ആമഗ്നരാകുവാൻ തക്ക വിധം ഹൃദയശുദ്ധിയോടുകൂടി വ്രതമെടുക്കുക. ഹൃദയശുദ്ധിയോടുകൂടി വ്രതം, ഒരു വീഴ്ചയും വരുത്താതെ പ്രത്യേക ശ്രദ്ധയോടുകൂടി വ്രതമെടുക്കുക. വീഴ്ചയും വരുത്താതെ പ്രത്യേക ശ്രദ്ധയോടുകൂടി ഉന്നതമായി താരാസ് നടത്തുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉന്നതമായി താരാട്ട് നടത്തുവാൻ മഹാശക്തി അതിനുവേണ്ടി എല്ലാം ഒരുക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും നിങ്ങൾക്കതെല്ലാം ആനന്ദമായ അനുഭവമാകുമാറാണ്. നമ്മളിലെല്ലാം ആനന്ദമായ അനുഭവമാകും. അപ്രകാരം ഉന്നതമാകുന്ന ഈ മഹാദേവാലയത്തിന്റെ ഈ മഹാദേവാലയത്തിൽ തിരുമുൻപിലായി, തിരുമുൻപിലായി, ഈ അവതാര കർമ്മക്ഷേത്രത്തിന്റെ മുൻപിലായി തിരുവതാര കർമ്മക്ഷേത്രത്തിൽ ലോകാന്ത്യം വരെയുള്ള തന്നെ വാഴ്ചയ്ക്കായി നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ഈ കർമ്മക്ഷേത്രത്തിന്റെ മുൻപിലായി ലോകാന്ത്യം വരെയുള്ള തന്നെ തിരുവാഴ്ചയ്ക്കായി നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ഈ കർമ്മക്ഷേത്രത്തിന്റെ തിരുമുമ്പിൽ ഇതാ മഹാഗോപുരം ഉയർന്നു പോകുകയാണ്. മഹാഗോപുരം ഉയർന്നു പോകുകയാണ്. ദിവ്യമനോഹര ഗോപുരം, ദിവ്യമനോഹരവും ശക്തി സമ്പൂർണ്ണ ഗോപുരം, ശക്തിസമ്പൂർണ്ണവും തപോശതാബ്ദി സ്മാരക ഗോപുരം, ശതാബ്ദി ആദർശ വിളംബര ഗോപുരം, ആദർശ വിളംബരം, ആനന്ദ ഗോപുരം, ആനന്ദഗോപുരം, അതിശയ ഗോപുരം, അതിശയഗോപുരം, അത്ഭുത ഗോപുരം, അത്ഭുതഗോപുരം, ഓ ഹൃദയശാസ്ത്ര ഗോപുരം, ഹൃദയശാസ്ത്രഗോപുരം, ആത്മദീപപ്രകാശ ഗോപുരം, ആത്മദീപപ്രകാശ, ആത്മാനന്ദ ഗോപുരം, ആത്മാനന്ദ, സത്യശുഭാനന്ദ ഗോപുരം, സത്യശുഭാനന്ദ ഗോപുരം, അതിതാ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഉയർന്നു പോകുന്നു. ഉന്നതമായതിന്റെ മഹിമാവിശേഷങ്ങൾ ഉന്നതമായ ഇതിന്റെ മഹിമാവിശേഷം പൂർണ്ണമായും അതിലേക്ക് ആവാഹിച്ചുകൊണ്ട് പൂർണ്ണമായും അതിലേക്ക് ആവാഹിച്ചു ഓരോന്നോരോന്നായി ഇതാ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായി ഇതാ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേർപ്പെട്ടിരിക്കുന്ന സന്താനങ്ങൾക്ക് പോലും അത്ഭുതം കൂറുന്ന രീതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്താനങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന രീതിയിൽ ഓരോന്നും ഈശ്വരൻ പ്രത്യക്ഷമായി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നും ഈശ്വരൻ പ്രത്യക്ഷമായി ഏറ്റവും മനോഹരമായത് പൂർത്തീകരിച്ച് കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. ഏറ്റവും മനോഹരമായി പൂർത്തീകരിച്ച് കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. അതിന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായുള്ള അവസ്ഥകളെ അതിന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായുള്ള അവസ്ഥകളെ ഓ ഹൃദയത്തിലായി സ്വീകരിപ്പാൻ തക്ക വിധത്തിൽ ഹൃദയത്തിലായി സ്വീകരിപ്പാൻ തക്ക വിധത്തിൽ ദൈവം ഒരുക്കി നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ദൈവമൊരുക്കി നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആത്മദൈവമായ ഓ എപ്പോഴും അത്ഭുതത്തോടുകൂടി ഞാൻ നോക്കി കാണുന്നു. എപ്പോഴും അത്ഭുതത്തോടുകൂടി ഓ ഭഗവാൻ ആയുരാരോഗ്യത്തോടുകൂടി കാണുവാൻ പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യത്തോടുകൂടി നിങ്ങൾ കാണുവാൻ ഉറ്റു പ്രാർത്ഥിക്കുക. ആയുരാരോഗ്യത്തോടുകൂടി ലോകത്തിൽ ജീവിക്കുമാറാകട്ടെ. ആയുരാരോഗ്യത്തോടുകൂടി ലോകത്തിൽ ആദർശ കർമ്മങ്ങൾക്കായി ഈശ്വരൻ കരുതി നിലനിർത്തുമാറാകട്ടെ. ആദർശകർമ്മങ്ങൾക്കായി ഈശ്വരൻ കരുതുന്നു. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും അതുപോലെ രാജഭക്തരെയും കുടുംബത്തെയും സ്തപതികളെയും സ്തപതികളെയും ശില്പികളെയും ശില്പികളെയും ഓമനമിത്രങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ ഓമനമിത്രങ്ങളെ എല്ലാവർക്കും കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നമ്മുടെ ആനന്ദ ഓഡിറ്റോറിയം ഈ ആനന്ദ ഓഡിറ്റോറിയം 25 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അതിന്റെ സീലിംഗ് എല്ലാം ഇളക്കി 25 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതിന്റെ സീലിങ്ങുകളെല്ലാം ഇളക്കി ഒന്നുകൂടി പുതുക്കി പണിതിട്ടുണ്ട്. ഒന്നുകൂടി പുതുക്കി വളരെ മനോഹരമായതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായതെല്ലാം പൂർത്തീകരിച്ചു. ഇന്ന് അതിൽ വെച്ചാണ് നമ്മുടെ പൂരാടൻ സമ്മേളനം നടത്തപ്പെടുന്നത്. അതിൽ വെച്ചാണ് പൂരാട ജന്മനക്ഷത്ര സമ്മേളനം നമ്മുടെ സന്യാസ പരമ്പരകളും സന്യാസ പരമ്പരകൾ അപ്പോൾ ഉണ്ടായിരുന്ന ഭക്തപരമ്പരകളും ഒത്തുചേർന്നു പോയി. ഇപ്പോഴുണ്ടായിരുന്ന ഭക്തപരമ്പരകൾ ഒത്തുചേർന്നു പോയി. ഈശ്വരനോട് നന്ദിപ്പെട്ട് പ്രാർത്ഥിച്ചു. ഈശ്വരനോട് നന്ദിപ്പെട്ട് പ്രാർത്ഥിച്ചു. അതിലേക്കാണ് പൂരാടൻ ജന്മനക്ഷത്ര സമ്മേളനം നമ്മൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലേക്കാണ് പൂരാട ജന്മനക്ഷത്ര സമ്മേളനം നടത്തുവാൻ ഭഗവാൻ തീരുമാനിച്ചു. ഉന്നതമായ ജ്ഞാനങ്ങളെയും ഉന്നതമായ ജ്ഞാനങ്ങളെയും തത്വങ്ങളെയും തത്വങ്ങളെയും ആ ഓഡിറ്റോറിയത്തിൽ വെച്ചും മഹാശക്തി അനേകങ്ങൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഓഡിറ്റോറിയത്തിൽ വെച്ചും മഹാശക്തി അനേകങ്ങളിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.
ആഡിറ്റോറിയത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ആ ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും വലിയ മഹത്വം, അവിടെ വെച്ച് നടത്തുന്ന കർമ്മങ്ങൾ അവിടെ വെച്ച് നടത്തുന്ന ഈശ്വരന്റെ കാരുണ്യത്തിൽ കൂടിയാണ് ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരന്റെ മഹാകാരുണ്യത്തിൽ കൂടിയാണ് ഓരോന്നും ഇന്നേ ദിവസം നടക്കുന്ന സമ്മേളനത്തിലും അതുപോലെ ഇന്നേ ദിവസം നടക്കുന്ന നിങ്ങളെല്ലാവരും പോയി പങ്കെടുക്കുക. നമ്മളെല്ലാവരും പോയി വരുന്ന പങ്കെടുക്കുക. വിശിഷ്ട അതിഥികൾക്ക് വരുന്ന വിശിഷ്ടാതിഥികൾ ശുഭാനന്ദാശ്രമം അത്ര ചെറുതല്ല. ശിവാനന്ദാശ്രമം അത്ര ചെറുതല്ല. ഇവിടെ പങ്കെടുക്കുന്നവരൊന്നും തീരെ ചെറുതല്ല. ഇവിടെ പങ്കെടുക്കുന്നവരൊന്നും തീരെ ചെറുതല്ല. യോഗ്യന്മാരും മാന്യന്മാരുമാണ് പങ്കെടുക്കുന്നത്. യോഗ്യന്മാരും മാന്യന്മാരുമാണ് പങ്കെടുക്കുന്നത്. ഇത്രത്തോളം ഭക്തിയും വിശ്വാസമുള്ളവർ വേറെ ഇല്ല ഇത്രത്തോളം ഭക്തിയും വിശ്വാസവും എന്ന് അവർക്ക് തോന്നത്തക്ക വിധം നിങ്ങളുടെ പ്രവൃത്തി ഉണ്ടാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവർക്ക് തോന്നത്തക്ക വിധം നമ്മുടെ പ്രവൃത്തി ഉണ്ടാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ വിധത്തിൽ ഉന്നതമായ സമ്മേളനവും ആ വിധത്തിൽ ഉന്നതമായ സമ്മേളനം, അത് കഴിഞ്ഞ് സേവയും അത് കഴിഞ്ഞ് സേവ, അത് കഴിഞ്ഞ് ഭക്തിഗാന സുധയും അത് കഴിഞ്ഞ് ഭക്തിഗാനം, എല്ലാം ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ എല്ലാ ഉന്നതമായ നിലയിൽ നടത്തപ്പെടും. മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. മഹാശക്തിയുടെ മഹാകാരുണ്യം ഇന്നേ ദിവസം വന്ന് പങ്കെടുത്ത നിങ്ങളെല്ലാം ഞാനിത് ദർശിക്കുകയാണ്. പങ്കെടുത്ത നമ്മളെല്ലാം മഹാശക്തി ദർശിക്കും. അനേക ദിനങ്ങളായി അനേകം സ്ഥലങ്ങളിൽ നിന്ന് എന്റെ സന്താനങ്ങൾ വന്നു ചേർന്ന് ഈ സന്നിധാനത്തിൽ ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അത് അവരെല്ലാം ഞാൻ ആളാം പ്രതി ഓർത്ത് അനുഗ്രഹിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങൾക്കും കുടുംബങ്ങൾക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ. വീണ്ടും വന്നു ചേർന്ന് ഈ വിധ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ ദാനം ചെയ്യട്ടെ. അതുപോലെ എല്ലാ മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്റെ ഓമന കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യവും ഐശ്വര്യവും ദാനം ചെയ്യുമാറാകട്ടെ. സർവശക്തിയുടെ നാമത്തിൽ ഇന്നേ ദിവസം അർപ്പിച്ച എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. എല്ലാവരെയും ദർശിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദേശ രാജ്യങ്ങളിൽ ഈ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന് വിളിക്കുന്ന എന്റെ ഓമന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ ഐശ്വര്യ ജീവിതത്തിന് വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. യുദ്ധം ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാന്തിയും സമാധാനം ഉണ്ടാകട്ടെ. ശാന്തിയും സമാധാനം ഉണ്ടാകട്ടെ. സർവൈശ്വര്യ പ്രദായകനാകുന്ന സർവശക്തി ലോകത്തിൽ വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി നിന്ന് സർവ്വതും നടത്തുമാറാകട്ടെ. പുണ്യപൂരം ആനന്ദപൂരമായി നടത്തട്ടെ. നാളെ വടക്കനാരിയാട് ആദർശ കൊടി ഉയർത്തി വാർഷികം ആരംഭിക്കുകയാണ്. അത് ഉന്നതമായ നിലയിൽ ഈശ്വരൻ നേരിട്ട് നിന്ന് നടത്തുമാറാകട്ടെ. നിയോഗിച്ചിരിക്കുന്നവരിൽ കൂടി ഈശ്വരൻ പ്രവർത്തിക്കട്ടെ. എല്ലാം ആനന്ദമായി നടത്തപ്പെടട്ടെ. പുനർനിർമ്മാണങ്ങൾ നടക്കുന്ന കവിയൂരിലെയും പാമ്പാടിയിലെയും ആശ്രമങ്ങൾ എത്രയും വേഗം പൂർത്തീകരിച്ച് ഉന്നതനാകുന്ന ഗുരുവിന്റെ ഛായാചിത്രം പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ സന്താനങ്ങൾക്ക് അനുവാദവും അനുഗ്രഹവും ദാനം ചെയ്യുമാറാകട്ടെ. അതിനുള്ള ധനം അവിടെ എത്തിച്ചേരുമാറാകട്ടെ. ഇനിയും ആർക്കെങ്കിലും അവിടേക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം എത്തിക്കുവാൻ ഞാൻ അറിയിക്കുകയാണ്. അതെല്ലാം കൂടി ചേർന്ന് എന്റെ സന്താനങ്ങളുടെ സൽക്കർമ്മത്തിന്റെ ഫലം ഒത്തുചേർത്ത് ആ മനോഹരമായ ആരാധനാലയം നിർമ്മിക്കുമ്പോൾ സർവശക്തി എഴുന്നള്ളും, സർവ്വദേവീ ദേവന്മാർ എഴുന്നള്ളും, ദൂതപരമ്പരകൾ എഴുന്നള്ളും, ഭക്തലോകത്തെ അനുഗ്രഹിക്കും. ആ വിധം അനുഗ്രഹമായ എല്ലാ കർമ്മങ്ങളും നടത്തപ്പെടുമാറാകട്ടെ. എല്ലാം നടത്തുവാൻ ഈശ്വരമായി വാഴട്ടെ. പ്രത്യക്ഷമായി